അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് എന്താ പറയണമെന്ന് അറിയാം. എനിക്ക് ഒരു ഒളിച്ചോട്ടത്തിൻ്റെ വീഡിയോസ് ഇങ്ങനെ കടന്ന് ചാടുന്നുണ്ടല്ലോ, നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ മക്കളെ, നിങ്ങളെല്ലാവരും സൂക്ഷിക്കുക. സോഷ്യൽ മീഡിയ ആണെങ്കിലും ഫോണിലൂടെ ആണെങ്കിലും 6 വയസ്സുള്ള കുട്ടീനെയും കൊണ്ട് 13 എൻ്റെ സ്വർണവും ഡ്രസ്സും കൊടുത്തിട്ടാണ് അവൾ പോയിക്കണത്. അള്ളാഹു കാക്കട്ടെ അവളെ. പക്ഷേ എൻ്റെ മനസ്സ് തോന്നുന്നു 6 മാസത്തെ ഗ്യാരണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ ആ ജീവിതത്തിന്. കാരണം ആ ഒളിച്ചോട്ടത്തിന്, ആ ഒരു സ്നേഹത്തോടുള്ള സംസാരം ഇതെല്ലാം കേൾക്കുമ്പോൾ അതിലങ്ങോട്ട് വീണ് പോവുകയാണ് പെൺകുട്ടികൾ. അപ്പോൾ ഇത്തരത്തിൽ സ്നേഹം അഭിനയിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നവർ അതിനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണുങ്ങൾ അതിൽ വീഴാൻ പോയിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ 6 വയസ്സുള്ള ഒരു കുട്ടിനെയും കൊണ്ടാണ് മാപ്പിള 23-ാം തീയതി വരുമ്പോഴത്തിന് അതിന് മുമ്പ് 13 എൻ്റെ സ്വർണ്ണോ ഡ്രസ്സുകൾ കൊടുത്തിട്ട് മറ്റൊരു തൻ്റെ കൂടെ പോയിക്കണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം ആ പെണ്ണിൻ്റെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയൊക്കെ ഒരു അപമാനം ഒന്ന് ആലോചിച്ച് നോക്കി മക്കളെ. നിങ്ങളും വേദനയോടെ പ്രസവിച്ച് ഓരോരുത്തരെ വളർത്തണം. ആ കുട്ടീനെയും കൊണ്ടാണല്ലോ ഇപ്പോൾ നീ ഓടിപ്പോയിരിക്കുന്നത്. പക്ഷെ നിൻ്റെ മാതാപിതാക്കളുടെ വേദനയും സഹോദരന്മാരെയും ഒന്ന് ആലോചിച്ച് നോക്കുന്നേ. ഒരു കുട്ടിയായി 6 വയസ്സായ കുട്ടീനെ എടുത്ത് നീ കണ്ടോൻ്റെ കൂടെ പോകുമ്പോൾ നിനക്ക് കൂടപ്പിറപ്പുകൾ ഉണ്ടെങ്കിൽ, അതും പെൺകുട്ടികളാണെങ്കിൽ, മറ്റുള്ള വീടുകളിലേക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്നാണ് നിൻ്റെ താത്ത ഓടിപ്പോയ മാതിരി നീ ഓടിപ്പോകണമെന്നുള്ള വാക്ക് ആ മക്കൾക്ക് കേൾക്കേണ്ടി വരില്ലേ? ആ കുടുംബത്തിലെ അമ്മാക്കും ബാപ്പാക്കും സമാധാനം ഉണ്ടാവുമോ? ഇനി എന്തിനാണ് ഈ അഹങ്കാരം പിടിച്ച ജീവിതം? പക്ഷെ 6 മാസത്തെ ഗ്യാരണ്ടി നിനക്ക് ആ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. അവൻ്റെ സ്നേഹത്തിൻ്റെ കടുപ്പൊക്കെ അത്ര ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നീ വേറൊന്നുമില്ലെങ്കിൽ നീയും നിൻ്റെ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ നോക്കിക്കോളുണ്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും തട്ടിയിട്ടിട്ട് പോകും, പറയാൻ പറ്റില്ല. എന്തിനാണ്? ഒരു ഭർത്താവ് കൂടെയുണ്ട്. ആ ഭർത്താവ് നമ്മളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളെ കുടുംബത്തിൽ വന്ന് നമുക്ക് പറയാലോ, എനിക്ക് നിൽക്കാൻ ഇഷ്ടമല്ല, ഞാൻ എൻ്റെ കുട്ടീനെയും കൂടി ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരികയാണ്, അവരിങ്ങനെ എന്നെ ഉപദ്രവിക്കുകയാണ് എന്നുള്ളത് നമുക്ക് തുറന്ന് പറയാമല്ലോ. പോലീസ് സ്റ്റേഷനിൽ ഉണ്ട്, അവിടെ പോയി പെറ്റീഷൻ കൊടുക്കാമല്ലോ. എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ഇഷ്ടമില്ല, തൻ്റെ ഓടത്തോടെ നിന്ന് പറയാമല്ലോ, സൗകര്യമല്ല എന്ന്. ആ കുട്ടീനെ കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുക കേൾക്കുക എന്ത് വേണമെങ്കിലും ആകാമല്ലോ. ഇത് നീ ചെയ്യുന്നത് നിൻ്റെ കുടുംബത്തോട് മൊത്തമല്ല നാണക്കേടല്ലേ? അതും ഒരു കല്യാണം കഴിഞ്ഞ് 6 വയസ്സുള്ള ഒരു കുട്ടീനെയും കൊണ്ട് നീ മറ്റൊരാളെ കൂടെ ഉള്ള വീട്ടിലുള്ള സ്വർണ്ണം ഇതൊക്കെ എടുത്തിട്ട് ഒളിച്ചോടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ മക്കളെ? ഈ സോഷ്യൽ മീഡിയ കൂടെ നടക്കുന്നൊന്നും നിങ്ങൾ കാണുന്നില്ലേ? തല വെട്ടിക്കൊണ്ടുപോകണം, അത് വെട്ടിക്കൊണ്ടുപോകണം. ഞാൻ കൂട്ടിക്കൊണ്ടു പോയവൻ തന്നെ നിന്നോട് നാളെ ചോദിക്കില്ലേ? 6 വയസ്സുള്ളൊരു കുഞ്ഞിനെ ഇട്ടിട്ട് ഭർത്താവ് ഗൾഫിലാവുമ്പോൾ നീ എൻ്റെ കൂടെ വന്നു, നാളെ ഞാനിതേമാതിരി ഗൾഫിൽ നിൽക്കുമ്പോൾ നീ മറ്റൊരുത്തൻ വിളിച്ച് അവൻ്റെ കൂടെ പോവില്ലേടി എന്ന് നിന്നോട് ഇപ്പോൾ ചോദിച്ചില്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ ചോദിക്കും. ആ ചോദ്യം വന്നില്ലെങ്കിൽ നീ ചെവി നുള്ളിക്കും. ആ ചോദ്യം നിനക്ക് വരും കേട്ടോ. നമ്മളിത് അനുഭവങ്ങൾ കണ്ടും കേട്ടും പറയുന്നതാണ്. നമുക്ക് അനുഭവം ഉണ്ടായിട്ടല്ല, അനുഭവങ്ങൾ കണ്ടും കേട്ടും കൊണ്ട് പറയുന്നതാണ്. എത്രയോ ആൾക്കാർ സ്നേഹത്തിൻ്റെ പർദീശ എന്നെ സ്വർണ്ണ കൊട്ടാരത്തിൽ രാജകുമാരിയെ വാഴിക്കണമാതിരി എന്നെ ഞാൻ വാഴിച്ചോളാന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി 6 മാസം കഴിയുമ്പോഴത്തേന് രാജാവും ഇല്ല, റാണിയില്ല, കൊട്ടാരവും ഇല്ല, തിന്നാനും ഇല്ല, കുടിക്കാനും ഇല്ല, ഇടാനും ഇല്ല, ഉടുക്കാനും ഇല്ല. പിന്നെ വെറും മടിയും പിടിയും മദ്യപാനവും മയക്കുമരുന്നും, പിന്നെ ചെയ്യണതും പറയണതെല്ലാം കുറ്റവും, പിന്നെ ഇരുന്ന് സഹതപിച്ചിട്ടും വിഷമിച്ചിട്ടും ആത്മഹത്യ ചെയ്യാൻ പോയിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല. എന്തിൻ്റെ കുറവ് കൊണ്ടാണ്? ഇത്രയും ഡ്രസ്സും ഇത്രയും സ്വർണ്ണം എടുത്തൊരു വീട്ടിൻ്റെ അകത്തുനിന്ന് നീ പോകുമ്പോൾ അതൊക്കെ നിൻ്റെ കയ്യിലുണ്ടായല്ലോ. ആ ഭർത്താവ് നിൻ്റെ കുടിക്കാർ കൊടുത്തതാണെങ്കിൽ ആ ഭർത്താവ് നശിപ്പിക്കാതെ നിൻ്റെ കയ്യിൽ തന്നെ വെച്ചിട്ടുണ്ടല്ലോ. 13 പവൻ്റെ സ്വർണ്ണമൊക്കെ ഇന്നത്തെ കാലത്ത് എത്ര ലക്ഷമാണ്? ഒരിപ്പോൾ എന്നെ അവൻ കൊണ്ടുപോയി കൊല്ലാതെ നോക്കിക്കോ നീ. വല്ലാത്ത കഷ്ടമാണ് കേട്ടോ. ആ മാതാപിതാക്കളുടെ ഒരു വേദനയാണെന്ന് ആലോചിക്കുന്നത് ഞാൻ. ആ പെൺകുട്ടികളോ എൻ്റെ താഴേക്കോ മൂത്തതോ ഉണ്ടെങ്കിൽ ആ പെൺകുട്ടികൾ അവറ്റങ്ങൾക്ക് നാളെ ഒരു ചീത്തപ്പേര് കേട്ടില്ലേ? നിൻ്റെ താത്ത പോയതുമാതിരി നീ എപ്പോഴാടി പോണെന്ന് ചോദിക്കൂലേ? അല്ലെങ്കിൽ ആ അനിയത്തി പോയതുമാതിരി എപ്പോഴാടി നീ പോകാൻ നിൽക്കണമെന്ന് ചോദിക്കൂലേ? നാളെ ഒരു കുടുംബമാകുമ്പോൾ എന്താണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടി വരും.
അത് ഉറപ്പാണ്. നമ്മളൊക്കെ കുടുംബത്തിൽ കൂടെ ജീവിക്കണ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മളെ വായിന്ന് വീണു പോകും. പക്ഷെ ഇങ്ങനത്തെ ഒരു അവസരം നീയായിട്ട് ആ ഉമ്മാക്കും ബാപ്പാക്കും ആ സഹോദരന്മാർക്കും ഉണ്ടാക്കി കൊടുത്തില്ലേ, പടച്ച റബ്ബ് നിന്നെ വെറുതെ വിടില്ല. 13 പവൻ്റെ സ്വർണവും ഡ്രസ്സുകളും 6 വയസ്സുള്ള കുട്ടിനെയും കൂട്ടിയിട്ട് സ്വന്തം ഭർത്താവ് എത്തുന്നതിൻ്റെ മുമ്പേ നീ നാട് വിട്ടിരിക്കണം. ഏതായാലും നീ പോയതിന് ഞാൻ അത്ര പറയല്ല, പക്ഷെ നിനക്ക് നേരെ നിൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകാമായിരുന്നു. നീ നിൻ്റെ ഉമ്മാൻ്റെയും വാപ്പാൻ്റെ അടുത്ത് പോയിട്ട് പറയായിരുന്നു, എനിക്കിഷ്ടമില്ല അവൻ്റെ കൂടെ ജീവിക്കാൻ. എന്താണ് നിൻ്റെ പ്രശ്നമെങ്കിൽ അത് പറയായിരുന്നു. മറ്റൊരാളുടെ കൂടെ നീ പോയത്, ഈ സന്ദേശം ഈ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്, ഈ പ്രോത്സാഹനം മറ്റുള്ള മക്കളെ അനുകരിക്കുന്നത് ഒട്ടും ശരിയല്ല. മാതാപിതാക്കളെ കരൾ കത്തുന്നുണ്ടാവും, ഇപ്പോൾ എരിഞ്ഞടങ്ങുന്നുണ്ടാവും ആ മാതാപിതാക്കൾ. ഏതായാലും അള്ളാഹു കാക്കട്ടെ നമ്മളെ പെൺമക്കളെ കെട്ടിച്ചു കൊടുത്തതിനെയും കെട്ടിക്കാനുള്ളതിനെയും എല്ലാവരെയും. പെണ്ണെന്ന വർഗത്തെ തന്നെ അള്ളാഹു പ്രത്യേകം നന്മയുള്ളൊരു മനസ്സാക്കി കൊടുക്കട്ടെ, വഞ്ചനയില്ലാത്തൊരു മനസ്സാക്കി കൊടുക്കട്ടെ. കാരണം ഇതൊക്കെ വഞ്ചനയാണ്. നേരെ വന്ന് പോകായിരുന്നു, അത് ചെയ്തില്ല. ഏതായാലും നല്ല മനസ്സ് ഇനിയുള്ള മക്കൾക്കെങ്കിലും അള്ളാഹു നല്ല മനസ്സിനെ കൊടുക്കട്ടെ. സ്വന്തം കുടുംബത്തിനെയും മാതാപിതാക്കളെയും ഭർത്താവിനെയും ഒന്നും വഞ്ചിക്കാതെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സ്വന്തം കുടുംബത്തിലേക്ക് പോയിട്ട് പോടാ, എനിക്കിന്ന് ഇഷ്ടമല്ല നിൻ്റെ കൂടെ ജീവിക്കുക, എനിക്ക് ഡൈവേഴ്സ് ഇതാ, ഞാൻ എൻ്റെ കുടുംബത്തിൽ ജോലി ചെയ്ത് ജീവിച്ചോളാം എന്ന് പറയാനുള്ള തൻ്റോടം പെൺകുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കട്ടെ റബ്ബ്. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് പിന്നെ കാണാം.